വിളിച്ചു ചോദിച്ചു, ആരാണ് അവിടെ ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുന്നത്? ആ പെണ്ണാരാണ്? നിബിധങ്ങളുടെ പള്ളിയുടെ മുറ്റത്ത് വന്ന് ആണുങ്ങൾ കൂടി നിൽക്കുമ്പോ സ്വാതന്ത്ര്യത്തോടെ ശബ്ദമുയർത്തുന്നവരാ. ആ സമയത്താണ് മറുപടി പറഞ്ഞത്, യാ റസൂലല്ലാഹ് അന ഉഖ്തുക ശൈമാ, ഞാൻ അങ്ങയുടെ കുഞ്ഞു പെങ്ങളെ ശൈമയാണ് നബിയേ. ഗൗരവമായ ചർച്ചയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഓടി വന്നെത്തി കൈകളിൽ പിടിച്ചതാരി ശൈമയോ കൈ പിടിച്ചെടുത്തു കൊണ്ടുപോയിരുത്തി നിങ്ങളെ തകരത്തെറിയുന്ന പുതിയ കാലത്ത് അനാവശ്യങ്ങൾക്ക് വേണ്ടി അകന്നു പോകുന്ന ഒരു കാലത്ത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയൊന്നും പറഞ്ഞില്ലെന്ന പരാതി വേണ്ട. അഭിമായ ലഭ്യതകളുടെ യഥാർത്ഥ പെങ്ങളല്ല. മകളായ ശൈബ, പുലകുടി ബന്ധത്തിലൂടെ പെങ്ങളായ ശൈബ, അഭിമായ ലഭ്യതകൾ വാപ്പിയില്ലാതെ പുലകുടിക്കാൻ ഹരീബയുടെ വീട്ടിൽ പോയപ്പോ റസൂലിനെ താരാട്ടുപാടി ഉറക്കിയ പെങ്ങളാണ് ശൈബ. ഉമ്മ നേരത്തെ മരിച്ചു പോയാലും പരാഗമാറി താരാട്ടുപാടി ഉറക്കുന്ന മൂത്ത പെങ്ങളില്ലേ, ആ മൂത്ത പെങ്ങൾ പലപ്പോഴും ഉമ്മയുടെ വിളിച്ചുകൊണ്ടിരുന്ന വിശേഷങ്ങൾ ചോദിച്ചു. എല്ലാ തിരക്കും മാറ്റി വെച്ച് ആങ്ങളെയും പെങ്ങളെയും ചിരിച്ച് കളിച്ചു. ഇങ്ങനെ വിശേഷങ്ങൾ ചോദിച്ചിരിക്കുമ്പോ ഈത്തപ്പഴം കൊണ്ടുവന്ന് പെങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഈത്തപ്പഴം രണ്ടരിസാലത്തിന്റെ കൈ കൊണ്ട് പൊളിച്ച് അതിൽ നിന്ന് കുരുവെടുത്ത് മാറ്റി തന്റെ പെങ്ങളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. വെയിൽ വന്നപ്പോ കൊട കൊണ്ടുപോയി കൊടുത്തപ്പോ കൊട വാങ്ങിച്ച് തന്റെ പെങ്ങൾക്ക് കൊട ചൂടി കൊടുത്തു. നബി മുഹമ്മദ് മുസ്തഫ ആങ്ങളെ ചൂടി കൊടുത്ത കൊടയുടെ തടവില് ശ്രീമാനിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അവസാനം ആങ്ങളെയും മങ്ങളെയും വർത്തമാനം കറന്ന് തീരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടതാണ് അവസാന സെമിനങ്ങൾ പറഞ്ഞു, ശൈമാ നീ എന്റെ കൂടെ ജീവിക്കുന്നു, എനിക്ക് നിന്നെ കണ്ടിട്ട് കൂടി തീരുന്നില്ല. ചെറുപ്രായത്തിൽ നമ്മള് പച്ചപിരാപ്പിരെയും പൗഡപിരാപ്പിരെയും വെച്ച് കളിച്ചതല്ലേ, കുറ്റിപ്പന്തല് കാട്ടിയതല്ലേ, മണലാരണ്യത്തിൽ ഓടി കളിച്ചതല്ലേ. ശൈബ എന്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോ ഇല്ല, എന്റെ ഭർത്താവ് മക്കളും തായിച്ചിന് കാത്തിരിക്കുകയാണ് എന്ന് പറയവേ എന്റെ പ്രിയപ്പെട്ട മകളെ യാത്രയാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പെങ്ങൾക്ക് ഒരു സമ്മാനം കൊടുത്തു. എത്രയെന്നറിയോ? 100 ഒട്ടകത്തെയാണ് എന്റെ പെങ്ങൾക്ക് സമ്മാനം കൊടുത്തത്. അല്ലാഹുവിന്റെ റസൂൽ തായിഫിലേക്ക് യാത്രയാക്കിയത്. ഞാനിത് പറയാൻ കാരണം എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഓണത്തിന്റെ അവധിയാണ്. ഭർത്താവിന്റെ പെങ്ങളും മക്കളും അവധികൾ വീട്ടിലേക്ക് വരുമ്പോ പടച്ചവൻ കൂട്ടിച്ചേർത്ത ബന്ധങ്ങളെ എച്ചിരിന്റെ കണക്ക് പറഞ്ഞു വലിച്ചെറിയുന്ന പുതിയ സമൂഹമേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് 100 ഒട്ടകത്തെയാണ് കൊടുക്കുന്നത്. നബി മുഹമ്മദ് മുസ്തഫ. എത്ര ഒട്ടകം? 100 ഒട്ടകം. എന്നാൽ 100 ബെൻസ് തിന്നട്ടെ പറ്റുമോ? ഭാര്യ ഭർത്താവ് തമ്മിൽ വലിയ പ്രശ്നം. എന്താ പ്രശ്നം? മൂത്ത പെങ്ങൾ ഭർത്താവ് മരിച്ചേ, ഓളുടെ കുട്ടിയുടെ കല്യാണം. ആ സമയത്തിന് തറവാട്ടിൽ എല്ലാവരും കൂടിയിട്ട് ചോദിച്ചു, ഇവൾക്ക് ഭർത്താവില്ല, നമ്മൾ ആങ്ങളമാർ ഇവിടെ നടത്തി കൊടുക്കാൻ. എല്ലാരും എന്താ ചെയ്യാ? അപ്പോ പറഞ്ഞു 10 പവൻ ഞാൻ തരാം. അപ്പോൾ തന്നെ അവിടെ നിന്ന് കമ്പിയിൽ പോയി വാർത്ത വന്നു. അവിടെ പെണ്ണുങ്ങൾ വാട്സപ്പില് എന്റെ ഭർത്താവ് 10 പവൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെത്തുമ്പോ ഭാര്യ ഇങ്ങനെ പൊക്കാരൊക്കെ വെക്കണ കലത്തിന്റെ 3 ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എത്ര പെങ്ങൾക്ക് കൊടുത്തത്? ഈ 10 പവൻ. അവൾക്ക് ഭർത്താവില്ലല്ലോ, ഒരു കുഞ്ഞുള്ളൂ, ഞങ്ങൾ ആങ്ങളമാര് വേണ്ടേ? ഇവിടെ ഇരിപ്പണ്ട് 2 എണ്ണം. ഓർമ്മയുണ്ട? നിങ്ങളെ നടക്കി സഹോദരങ്ങളെ, ഈ പടച്ചവൻ നടത്തിച്ചേർച്ച ബന്ധങ്ങളെ എച്ചിലിന്റെ കണക്ക് പറഞ്ഞ് നമ്മൾ ഈ ബന്ധങ്ങളെ അങ്ങോട്ട് മാറ്റുമ്പോ അവിടെ ഒരു തസ്ബീഹുണ്ട്, സലാത്തുണ്ട്,
പക്ഷേ 100 ഒട്ടകത്തെ പെങ്ങളെ യാത്രയാക്കിയ നിങ്ങളുടെ ഹബീബിനെ നിങ്ങൾക്ക് വിളിച്ചു നിർത്തി. നിങ്ങളുടെ ഹബീബിനെ അല്ലാഹു തൗഫീഖ് നൽകി. അല്ലാഹു തൗഫീഖ് നൽകി. അല്ലാഹു തൗഫീഖ് നൽകി. എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃകയാണ്. വയനാടിന്റെ ഹരിതാപമായ പച്ചഗ്രാമങ്ങളിൽ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഇരുളുമുറ്റി നിന്ന ഒരു രാത്രി ഭൂമിയെ ഉറങ്ങിയൊഴിയപ്പോ ആഞ്ഞു വന്ന മലവെള്ളപ്പാച്ചിലിൽ മക്കളെ നഷ്ടപ്പെട്ട ഉമ്മ, ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യ പൊതഞ്ഞു കിടക്കുന്ന മണ്ണുകളിലൂടെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ചിത്രം നെഞ്ചോട് ചേർത്ത് തിരുവിക്കറിയുന്ന ഉമ്മ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പെൺമക്കൾക്ക് ശേഷം ഒരേ ഒരു ആൺകുട്ടിയെ കിട്ടിയപ്പോ 2.5 വയസ്സുള്ള പൊന്നുമോൻ ഇബ്രാഹിമിന്റെ മയ്യത്തിന്റെ മുമ്പിൽ പൊന്നുമോനെ ഇബ്രാഹിമേ, നീ മരിച്ചു പോയതിൽ ഉപകൃതനാണെന്ന് പറഞ്ഞ് വയനാട്ടിലെ കൈവെള്ളയിൽ പിടിച്ച് മക്കളെ കൊണ്ട് ദുരിതം അനുഭവിക്കുമ്പോ താഴ്വരയിൽ 2.5 വയസ്സുള്ള പൊന്നുമോന്റെ മയ്യത്തിന്റെ മുമ്പിൽ വിതുമ്പി കരഞ്ഞിട്ടുണ്ട് നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയിലിരിക്കുമ്പോഴാണ് ആരോ പറഞ്ഞത്, നബിയെ, അങ്ങയുടെ കൊച്ചുമോൻ രക്ഷപ്പെടുന്നു. സൈനബ് ബീവിയുടെ മകൻ മരണത്തോട് മല്ലടിക്കുകയാണ്. സഹാബത്തിനോട് പറഞ്ഞു, സൈനബിനോട് പറ, ഞാൻ വരുന്നില്ലെന്ന്. സമയമില്ല, നിർബന്ധം സഹിക്കവയ്യാറെ ഓടി ചെന്നപ്പോ പൊന്നുമോട് സൈനബിന്റെ കുട്ടി കൈവെള്ളയിൽ കിടന്ന് അവസാനത്തെ ശ്വാസം കിടക്കുമ്പോ ഹബീബായ നബി തങ്ങൾ ആ കുട്ടിയെ കയ്യിൽ വാങ്ങിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കിടന്ന് ആ പേരക്കുട്ടി പിടഞ്ഞ് മരിച്ചു. പൊന്നുമോള് ഉപ്പാന്ന് വിളിച്ചപ്പോ മോളെ ചേർത്ത് വിളിച്ചിട്ട്, മോളെ ഇന്നലില്ലാഹി മാ ഖദാ വലഹു മാ ഇതാ വലികുല്ലി ശൈഇൻ അജ്റും മുസമ്മാ. അല്ലാഹുവാണ് മോളെ, പിടിച്ചെടുക്കാൻ കഴിവവനാണ് മോളെ. വലികുല്ലി ശൈഇൻ അജ്റും മുസമ്മാ. എല്ലാത്തിനും പടച്ചവരുടെ ആയുസ്സ് നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ആയുസ്സ് എത്തിയപ്പോൾ എന്റെ പൊന്നുമോൻ പോയി പിടിച്ചു നിൽക്കെന്ന് പറഞ്ഞ് പേരക്കുട്ടിയുടെ മയ്യത്ത് കയ്യിൽ വെച്ചിട്ട് പൊന്നുമോനെ ആശ്വസിപ്പിച്ച ഒരു പിതാവുണ്ട് മദീനയിൽ, നബി മുഹമ്മദ് മുസ്തഫ. വയനാടിന്റെ മലനിരകളിലെ ദുരന്തങ്ങളുടെ ചിത്രം കണ്ട് കരഞ്ഞവരെ സൈനബ് തന്റെ പൊന്നുമോള് മരിച്ചപ്പോ മയ്യത്ത് കുളിപ്പിക്കുമ്പോ കബറിലേക്ക് കൊണ്ടുപോകുമ്പോ ശരീരത്തിൽ നിന്ന് മേൽമുള്ളൂരിട്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന പെണ്ണുങ്ങളെ, എന്റെ ഈ മേൽമുണ്ടെന്റെ സൈനബിന്റെ കബർ കുഴിയിൽ വെക്കണം. എന്റെ പൊന്നുമോള് പോയി കബറിൽ വെക്കുമ്പോ എന്റെ ഈ മേൽമുണ്ട് എന്റെ മോൾക്ക് ഒരു ആശ്വാസമാകട്ടെ എന്ന് പറഞ്ഞ് മരിക്കുന്ന നേരത്തും മകളുടെ മയ്യത്ത് പൊതിയുമ്പോ മേൽമുണ്ട് തന്നെ മകളുടെ കബർ കുഴിയിൽ വെച്ച ഒരു പിതാവുണ്ട്. കണ്ണീരൊഴിയുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോ വയനാട് കണ്ണിൽ ദുരന്തം നിൽക്കുമ്പോ മദീനയിൽ ദുരന്തങ്ങളെ അഭിമുഖീകരിച്ച ഒരു ഹബീബിനെ ഈ കാലത്തിന്റെ സമതലങ്ങളിൽ നമ്മൾ വീണ്ടും ഓർക്കുകയാണ്. അല്ലാഹു നമുക്ക് പിടിച്ചു നിൽക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.